വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ജേർണൽ എൻട്രി പഠിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. +1 കുട്ടികൾക്കും +2 കുട്ടികൾക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം +2 കുട്ടികൾക്ക് യൂസ്ഫുൾ ആണെന്ന് പറയാൻ കാരണം ഇപ്പോഴും +2 എത്തിയിട്ടും ജേർണൽ എൻട്രിയുടെ ഒരു ബേസിക്സോ അല്ലെങ്കിൽ അതെങ്ങനെ ഈസി ആയിട്ട് എന്നൊന്നും അറിയില്ലാത്ത പിള്ളേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് കൂടി ഇതൊന്നും കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിലും എളുപ്പത്തിൽ ഇനി നിങ്ങൾക്ക് ജേർണൽ എൻട്രി പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഐ എം ഷുവർ ഇതിലും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് രണ്ട് റൂളോട് കൂടിയിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നോക്കാം. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ ആലോചിക്കുക. നമ്മൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ടാറ്റ കൊടുത്തിട്ടാണ് പോകാറുള്ളത് അല്ലേ? അപ്പൊ ടാറ്റയ്ക്ക് അവിടെ ഒരു ടി ഉണ്ടല്ലോ. ടി = 2 എന്ന് ഓർക്കുക. ഓക്കെ, 2 E2 അതാണ് E2. ഓക്കെ, അത്ര ഓർമ്മ മതി, അത്രയും മാത്രം ഓർമ്മ മതി. അതായത് ഒരുവിധം നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ക്യാഷ് പോകുന്നുണ്ടെങ്കിൽ ക്യാഷ് പോകുന്നു, ക്യാഷിന് ടാറ്റ കൊടുത്ത് വിടുന്നു, അപ്പോൾ അവിടെ 2 ആണ്. ടു ക്യാഷ് എന്ന് എഴുതാം, ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ മുകളിൽ എന്ത് എഴുതും? എന്താണോ നടന്നത്? ഫർണിച്ചർ വാങ്ങിച്ചതാണോ? ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ്. ഓക്കെ, ഫർണിച്ചർ വാങ്ങിച്ചാണ് ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്ന് എഴുതും. അതല്ല, ഫർണിച്ചർ വാങ്ങിച്ചതല്ല, മെഷീനറി വാങ്ങിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഇനി അതുമല്ല, നമ്മൾ ആർക്കെങ്കിലും പണം കൊടുത്തതാണോ? ഡെറ്റേഴ്സിന്, അപ്പുവിന് അല്ലെങ്കിൽ അമലിന് പണം കൊടുത്തതാണോ? അപ്പൊ അമൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതാം, അമൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. സോ ഫസ്റ്റ് ബേസിക് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, എപ്പോഴൊക്കെ ക്യാഷ് പോകുന്നുണ്ടോ അപ്പോഴെല്ലാം ക്യാഷിന് നമ്മൾ ടാറ്റ കൊടുത്തു വിടും. ടാറ്റ = 2, 2 = T എന്ന് ഓർക്കാം. സോ ഇതാണ് ഫസ്റ്റ് റൂള്. രണ്ടാമത്തെ റൂൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനും ഒരുവിധം എല്ലാ ജേർണൽ എൻട്രി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതിനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ ഇത്. ദെൻ രണ്ടാമത്തേത്, ക്യാഷ് പോകുമ്പോൾ ടു ക്യാഷ് ആണെങ്കിൽ ക്യാഷ് വരുമ്പോൾ എന്ത് എഴുതണം? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, ക്യാഷ് പോകുമ്പോൾ ടു ക്യാഷ് എഴുതി വെച്ചോ. ക്യാഷ് പോകുമ്പോൾ എന്നൊക്കെ എഴുതി വെക്കാം. ക്യാഷ് പോയാൽ ടു ക്യാഷ്, ക്യാഷ് വന്നാൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് എഴുതാൻ പറ്റുന്നത് മിസ് പറയുന്നുണ്ടല്ലോ. എങ്ങനെ പറ്റും നോക്കാം. റെന്റ് പേ ചെയ്തു. റെന്റ് പേ ചെയ്താൽ ക്യാഷ് പോയി ടു ക്യാഷ്. എന്തുകൊണ്ടാ പോയത്? റെന്റാ പേ ചെയ്തപ്പോ റെന്റ് അക്കൗണ്ട് ഡെബിറ്റ്. വെരി ഈസി. റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്തു, ക്യാഷ് പോയി ടു ക്യാഷ് അക്കൗണ്ട്. എന്താ പോയത്? ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചോണ്ടാണ്. സോ ഇലക്ട്രിസിറ്റി ബില്ല് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഇനി സാലറി പേ ചെയ്തു, ക്യാഷ് പോയി ടു ക്യാഷ്. ഡെബിറ്റ് ചെയ്യുന്നത് സാലറിനെ, സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഇനി ക്യാഷ് ഒരാൾ തന്നാലോ? ക്യാഷ് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്. അമൽ പെയ്ഡ് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം അമൽ. അമലിൽ നിന്ന് ക്യാഷ് കിട്ടിയാൽ, ക്യാഷ് വന്നാൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു അമൽ അക്കൗണ്ട്. ഓക്കെ, മെഷീനറി വിറ്റ് കാശ് കിട്ടി. കാശ് കിട്ടിയല്ലോ, കാശ് കിട്ടിയപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി. അത്രയേ ഉള്ളൂ. ഒരുവിധം ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇതിൽ പെടാത്ത കാര്യങ്ങളും ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ, അത് 1-2 കാര്യങ്ങൾ നമ്മൾ വേറെ ഓർത്തിരിക്കണം. ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അക്കൗണ്ട് ഡെബിറ്റ് എന്ന് എഴുതില്ല. ഗുഡ്സ് വാങ്ങിയാൽ നമ്മൾ അവിടെ എഴുതേണ്ടത് പർച്ചേസ് അക്കൗണ്ട് ആണ്. ഓക്കെ, ഗുഡ്സ് വാങ്ങിയാൽ പർച്ചേസ് ആണ് വരാ. അതേപോലെ ഗുഡ്സ് വിറ്റാല് വരുന്നത് സെയിൽസ് അക്കൗണ്ട് ആണ്. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ സെയിൽസ് എഴുതി ക്യാഷ് കിട്ടി, ക്യാഷ് വന്നാൽ ടു ക്യാഷ്. ഓക്കെ, സോറി, ക്യാഷ് വന്നാൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ 1000 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തു, ക്യാഷ് പോയി, അപ്പൊ ടു ക്യാഷ്. പർച്ചേസിന് ഡെബിറ്റ് ചെയ്യുക, പർച്ചേസ് ടു ക്യാഷ്. അങ്ങനെ. ഓക്കെ, പിന്നെയുണ്ട്, അതായത് പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്താൽ അവിടെ വരുന്ന അക്കൗണ്ട് ആണ് ഡ്രോയിങ്സ്. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് 10,000 രൂപ എടുത്തു എന്ന് പറഞ്ഞാൽ ക്യാഷ് പോയി. ക്യാഷ് പോകുമ്പോൾ ടു ക്യാഷ്, ടാറ്റ കൊടുത്തു വിട്ടു. ഡെബിറ്റ് ചെയ്യേണ്ടത് ഡ്രോയിങ്സിനെയാണ്, ഡ്രോയിങ്സ് ടു ക്യാഷ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് സൂപ്പർ ഈസി ആയിട്ട് ഒരുവിധം എല്ലാ ജേർണൽ എൻട്രീസും എഴുതാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ
കമന്റ് ചെയ്യുക, ദെൻ വീഡിയോ ലൈക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സാമിന് വരുന്ന ടൈപ്പ് ജേർണൽ എൻട്രീസിന്റെ ക്വസ്റ്റ്യൻ കാണിച്ച് അത് വെച്ചിട്ട് ഈ ഒരു ട്രിക്കും കൂടി ചേർത്ത് എങ്ങനെ ജേർണൽ എൻട്രീസ് ഈസി ആയിട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എഴുതാന്നുള്ളത് മിസ് കാണിച്ചു തരാം. അതിന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു. ട്രാൻസാക്ഷൻസ് വേണ്ടവർ ട്രാൻസാക്ഷൻസ് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ.